കാസർഗോഡിന്റെ സ്നേഹവും കരുതലും അറിഞ്ഞാണ് KSKTU സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ മടങ്ങുന്നത്. സമ്മേളന പ്രതിനിധികൾക്ക് 200-ലധികം വീടുകളിലാണ് താമസ സൗകര്യമൊരുക്കിയത്. 3 ദിവസത്തെ ആതിഥ്യം സ്വീകരിച്ച് വീടുകളിൽ ഓർമ്മമരം നട്ടാണ് പ്രതിനിധികൾ മടങ്ങുന്നത്. ചെറുവത്തൂരിലെ ശീമാട്ടി മോഹനന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നതിന് മുമ്പായി വീടിന്റെ അരികിലായി പത്തനംതിട്ടയിൽ നിന്നെത്തിയ ഫാദർ ജിജി തോമസും വർഗീസ് ബേബിയും പേരമരം നട്ടു. 3 ദിവസത്തെ സഹവാസത്തിലൂടെ പകുത്തു നൽകിയ സ്നേഹത്തിന് നന്ദി അറിയിച്ച സ്നേഹക്കുറിപ്പ് കൈമാറി. KSKTU സംസ്ഥാന സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾക്ക് പ്രദേശത്തെ വീടുകളിലാണ് താമസ സൗകര്യമൊരുക്കിയത്. കാസർഗോഡിന്റെ മണ്ണിലും മനസ്സിലും വേരുകളാഴ്ത്തിയാണ് മടങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് നല്ലൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം കിട്ടില്ല. ഭവനങ്ങളിലെ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാനും അവരുടെ വേദനകളും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനുമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്നത് നോക്കി ഇവിടെ ഇരിക്കും. അതൊരു ഭയങ്കര അനുഭവമാണ്. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് പെറ്റമ്മമാരാണ് അങ്ങനെ കാത്തിരിക്കാറുള്ളത്. പക്ഷേ അമ്മ അങ്ങനെയല്ല. അമ്മ അവിടുന്ന് വരുന്നിടം വരെ രാത്രി 9, ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ 9:30 ആ 9:30 അമ്മ ഇവിടെ ഞങ്ങളെ കാത്തുകൊണ്ടിരിക്കുക. ആ ഒരു ബന്ധം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ശരിക്കും ഇന്ന് സമ്മേളനം അവസാനിച്ച് വിട്ടുപിരിഞ്ഞ് പോകുമ്പം ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്. കാര്യം ഈ കാസർഗോഡിൻ്റെ ഒരു പ്രത്യേക അനുഭവം എപ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും. മോഹനനും കുടുംബത്തിനും 3 ദിവസം കൊണ്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളായി ഇരുവരും മാറി. KSKTU പ്രസ്ഥാനവുമായി സാധാരണ ജനങ്ങളുമായി അവരുടെ ബന്ധം നമ്മൾ പരസ്പരം കൈമാറുകയും അത് ഈ സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനം അവരിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പം 3 ദിവസം ഒരു കുടുംബം പോലെ ജീവിച്ചു. അത് സന്തോഷം. അവർ നല്ല തന്നെയാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റം. 512 പ്രതിനിധികൾക്കും നേതാക്കൾക്കും പ്രദേശത്തെ 260 വീടുകളിലാണ് 3 ദിവസം സഹവാസമൊരുക്കിയത്. വിട പറഞ്ഞു മടങ്ങുമ്പോൾ ഇടവഴി വരെ എത്തി കൈവീശി യാത്ര പറഞ്ഞു. ഈ ഹൃദയബന്ധം എന്നെന്നും കാത്തുസൂക്ഷിക്കണമെന്നും ഇടയ്ക്കെപ്പോഴെങ്കിലും ഈ വഴി വരണമെന്നും അവസാന നോട്ടത്താൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. കേരളമൊന്നാകെ ആഴ്ന്നിറങ്ങിയ സ്നേഹത്തിന്റെ വേരുകളിൽ ഉറച്ച KSKTUവിന്റെ കൊടക്കാട് സമ്മേളനം പടർന്ന് പന്തലിച്ച് തലയുയർത്തി നിൽക്കുമെന്നുറപ്പ്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.